ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് എന്തുണ്ടാക്കുന്നതാ കാണിക്കുന്ന ചെറിയ മീൻ കറി. അയല മീൻ മുളകിട്ടത്, അയല മീൻ മുളകിട്ടത്. പിന്നെ എന്താ വറ്റല്ലേ, വറ്റ ഫ്രൈ ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് കറി കറിവേപ്പും ഇട്ടിട്ടാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വേഗം അതിലേക്ക് കടുക് പിന്നെ കുറച്ച് ഉലുവ കടുക് പൊട്ടിക്കണ വലിയ ജീരകം, പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ മറ്റേ ഇതിക്ക് ചതവുക്ക് വലിയ ജീരകം ഇട്ടേക്കാണ്. അതുകൊണ്ട് ഇതിക്ക് കുറച്ച് ഇടണുള്ളൂ കേട്ടോ ഗൈസ്. ഇവരിങ്ങനെ പൊരിയുണ്ട് കേട്ടോ, എന്താ പറയാ, ഫ്രൈ ആകും. ഇവരവിടെ ഫ്രൈ ആകുമ്പോൾ ഞങ്ങളവിടെ കറി ഉണ്ടാക്കാം കേട്ടോ. കടുക് ഇതാ പൊട്ടിക്കണേ. നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് പൊട്ടി ഗൈസ്. പച്ചമുളക് നമുക്ക് ഇതിലോട്ട് വാട്ടിയെടുക്കാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇന്ന് കറി. ഉണ്ടാക്കി വെക്കുന്നത് നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയാണ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് വാടിക്കട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാളി, വേഗം പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അത് വാടുമ്പോഴേക്കും ഉപ്പിട്ടില്ല ജിതിക്ക്. ഉപ്പിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതല്ല നല്ലോണം വാടട്ടെ കേട്ടോ. വാടാന്ന് നിൽക്കേ, അതിനെ വെറുതെ ഇട്ടാളേ. അല്ല, നമ്മളിവിടെ സാധനം കൊടുത്തിട്ടില്ലേ, പുളി എടുത്ത ഞങ്ങള് പുളി എടുത്താൽ വെള്ളത്തിലിട്ടോ, അല്ലെങ്കിൽ പുളിയില്ലാത്ത മീൻ കറിയാവും. ഇനി നമ്മളിതിലേക്ക് നമ്മളെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പേസ്റ്റ് ചതവ്. അപ്പം ഇത് എന്തൊക്കെയാണെന്നോ, ഇത് വലിയുള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, ചെറിയുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പെരുംജീരകം ഉണ്ട്, കറിവേപ്പിലുണ്ട്, ഒക്കെ പാടിട്ടിട്ടുണ്ട്. നിന്റെ അടുത്തില്ലേനല്ലോ, ഇല്ലാത്തോണ്ട് ഇല്ല. അപ്പം ഇത് നമുക്ക് നല്ലോണം വാട്ടി എടുക്കാം കേട്ടോ. ഇതിക്ക് എന്താ ഇടണേ, മുളകും. എന്താ ഇതിൽ കാണാൻ ഭംഗിയിലെ കാശ്മീർ ആ കിണർ ഞാൻ എന്നും ഉണ്ടാക്കുമ്പോൾ എന്നോട് പറയലുണ്ട് എന്തിനാണെന്ന്. കുറച്ചും കൂടി ഇടണ്ടേ? ഇനി വേണോ? ഏതുണ്ടാവില്ല, കാശ്മീരി മുളകും പൊടിയല്ലേ. കൊണ്ട് തരും കളറാവും കറിക്ക്. കളറിന് കുറവാണ്ടേ, നമ്മൾ ഇന്നാൾ ഉണ്ടാക്കിയത്തേന് എന്തോ രസം കളറില്ല. ഇതിന് കളറ് കുറയണ്ട. കളർ കൂടിയാണ്ട് പേടിച്ചാണ്ട് തിന്നാതെ പറഞ്ഞിട്ട് അത് നല്ലോണം അതൊന്നും ആയിട്ടില്ല. തക്കാളി നമ്മൾ തക്കാളി വലിയ നാറല്ല കേട്ടോ കളറ്. തക്കാളി പച്ചരി നല്ലോണം അങ്ങോട്ട് ചോപ്പില്ലേ തക്കാളി. അതുകൊണ്ട് എന്താ കറി നല്ല ചോപ്പുണ്ട് കേട്ടോ. അത് പുകഞ്ഞിട്ടാണെങ്കിൽ കാണില്ല. സിമ്മിലാട്ടോ, പക്ഷെ മൺചട്ടി ആവുമ്പോൾ ചൂട് പെട്ടെന്ന് ആവൂലേ. കരിവേപ്പിൻ്റെ ഇല ഇടാൻ മറന്നതല്ല കേട്ടോ, ലാസ്റ്റ് ഇടാൻ വിചാരിച്ചതാട്ടോ. ശരിക്കും മറന്നതാണ് ഗൈസ്. നമുക്ക് ഇട്ട് കൊടുക്കല്ലേ എണ്ണയ്ക്ക് രണ്ടീനി ഗൈസ്. എന്നിട്ട് ഓള് മറന്നതല്ല. ഞാൻ ഇച്ചറിയാലോളെ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റിന് കുറവൊന്നുണ്ടാവില്ല കേട്ടോ. ലാസ്റ്റ് ഇടുന്നവരുണ്ടല്ലോ കരിവേപ്പിൻ്റെ ഇലക്ക്. മല്ലിച്ചപ്പ് എന്തായാലും ലാസ്റ്റ് ഇടല്ലോ. ആ എണ്ണയ്ക്ക് ഇടുമ്പോ ആ എണ്ണയ്ക്ക് അതിന്റെ ആ ഫ്ലേവറും കിട്ടാറില്ലേ, അത് വേറൊരു ടേസ്റ്റ് കേൾക്കാറ്. അപ്പൊ ഇതൊന്ന് ഇതാവട്ടെ. നമുക്ക് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കണ്ട. മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി,
കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് മതിട്ടോ. മുളക് ഇട്ടതാവുമ്പോൾ നമ്മൾ കുറച്ച് ഇടാൻ പറ്റുള്ളൂ. പിന്നെ പൊടികളൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും ഒന്ന് വേവട്ടെ. അപ്പം മീനൊന്ന് നമുക്ക് മറിച്ചിടട്ടെ. ആകെ സിമ്മിലിട്ട് ഇങ്ങനെ വേവിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വേവുക. അത് മീനൊക്കെ നല്ലോണം പൊരിഞ്ഞ് വന്ന് മറിച്ചിട്ടിട്ടോ. ഞാൻ അടിയിലിട്ടപ്പോൾ ചീരാമുളകും കറിവേപ്പില പിന്നെ അതിങ്ങോട്ട് പിടിച്ചിട്ടുള്ളൊരു പിടുത്തുണ്ട്. ശരിക്ക് പറ്റൂലേന്നിട്ടാ ഗൈസ് മുളക്. ഇവളപ്പം നിന്ന് ഞാൻ മുളക് നിലട്ടു. മുളക് നല്ല മുളക് ഞാൻ തീറ്റിച്ച് തരണാണ്ട് ഞാൻ അടുത്തതേക്കാം. ഞാൻ തീറ്റിച്ചല്ലോ അവൾ തിന്നൂല അപ്പം എനിക്ക് മാത്രമേ ഞാൻ കുറച്ച് പൊരിച്ചപ്പോൾ നല്ല ഞാൻ തിന്നിക്കോന്നും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല. കൈയിട്ട് വാരി തിന്നു. പിന്നെ ഇങ്ങോട്ട് മുളക് ഇപ്പം ചീരാപറങ്ങിൻ്റെ മരത്തുമെന്ന് മുളക് ഫസ്റ്റ് ഓളാ പറിച്ചോണ്ട്. ഇതിട്ടോ വെറുതെ തിന്നാൻ കഴിയൂല. ഇത് ഫ്രൈ ചെയ്ത് മുമ്പ് ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ്. അതൊന്ന് ചെയ്ത് നോക്കിയുണ്ട് എല്ലാവരും. അപ്പം നമ്മളെ കറി ഇവിടെ നല്ലോണം തിളച്ച് പൊട്ടി തെറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ പുളിവെള്ളം കേട്ടോ, പുളിവെള്ളം ഒഴിച്ചതാട്ടോ ഗൈസ്. പുളിവെള്ളം കുറച്ചുകൂടി നമുക്ക് ഇതൊന്ന് ഞരണ്ടി എടുക്കാം. പുളി പക്ഷെ നമ്മൾക്ക് ആർക്കും ഇതിന്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമല്ല. മണ്ണ് കഴിക്കുന്നറിയില്ലേ, നല്ലത് ഇതാണ്. അത് കുറച്ച് നേരം അധികം നേരം നമ്മൾ വെള്ളത്തിലിട്ടാല് ഇതിന്റെ ആ ചൊയ പോകും. പക്ഷെ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയലുണ്ട്. എല്ലാവർക്കും ഇതിന്റെ ഇത് തിളക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇട്ടില്ല കേട്ടോ, നല്ലത് പറ്റൂല നമുക്ക്. അതാണ് സത്യം. നല്ല മറ്റവർക്ക് പറ്റൂല. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കലും കടയിലുണ്ട്. അതിൻ്റെ ഉണ്ടാക്കലില്ലേ? എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടമല്ല, കൂടുതലുണ്ട്. എന്തോടെ ഞാൻ കൂട്ടലുണ്ട്. രസമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ പുളി വാർന്ന് ഇതാക്കണേൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ കറി നല്ലോണം തിളക്കുന്നുണ്ട് ഗൈസ്. തിളച്ചൊന്ന് വറ്റണം ഗൈസ്. കുറച്ചൊന്ന് വറ്റട്ടെ. അപ്പോഴല്ല അതിൻ്റെ ആ ഒരു കൈ മക്ക് പുളിയില്ലേ സെറ്റ്. കുറച്ച് ഉപ്പിട്ടാണ്. ഉപ്പിഞ്ഞ് വിടണോ? ആ മീനുമ്മ പിടിക്കണ്ടേ? ഉപ്പ് കയറിയാലോ? വരെ നമ്മൾ മധുരിടും. അതാ ഉപ്പ് കയറിയാൽ എന്താ ഇടാല്? പഞ്ചസാര തേന ഒഴിച്ച. അല്ല നമ്മൾ ഇന്നാളെന്തോ കാട്ടിയില്ലേനോ പഞ്ചസാരയും സുറുക്കിയും മിക്സ് ചെയ്താണ്ട് ഉപ്പ് കയറിയപ്പം പറഞ്ഞില്ലേനോ? അപ്പോൾ ആരെങ്കിലും ആ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിട്ടോ. ആ ടിപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചത് യൂട്യൂബിൽ. ഞങ്ങൾ കയറിയപ്പോൾ എന്തിന് ബീഫോ എന്തോ ഉണ്ടാക്കിയത് ഉപ്പ് കയറി. അതിലെന്താ അങ്ങനെ ചെയ്ത പണിയാണ് ഇങ്ങോട്ട്. അതല്ല, അന്ന് നമ്മൾ സുറുക്കിയും പഞ്ചസാര ഇങ്ങനെ ആക്കിട്ടോ. എന്നിട്ട് ആർക്കും അറിയില്ലേനു അതങ്ങനെ ചെയ്തിക്കണെന്നുണ്ട്. ചിത്ത പൊഴിഞ്ഞില്ലേ? ഉപ്പ് കറി അങ്ങനത്തെ ട്രിക്കൊക്കെ ഉണ്ടോ? ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ കിഴങ്ങോ ഉള്ളിയൊക്കെ വെട്ടിയിട്ടാൽ മതി. ചിലവിലെ കണ്ടോ വായത്തണ്ടൊക്കെ. അതറിയേക്ക്. അപ്പം ഞങ്ങൾ മീൻ ഫ്രൈ ആയി ഓഫാക്കിട്ടോ. ഓഫാക്കിയില്ല, ഓഫാക്കിയാൽ ഒന്നുകൂടെ വേവട്ടെ. നമ്മൾ ഈ നടുവത്തെടുത്താൽ ഇതൊക്കെ നോക്കി ഇട്ടാൽ. അപ്പം പിന്നെന്താ പറയും? അപ്പോൾ കറി ആവട്ടെ. കറിക്ക് നമ്മൾ മീൻ ഇവിടെ എടുത്ത് വെച്ചിക്കണം. നല്ല അയില ഒന്നുകൊണ്ട് മതിയോ? നമ്മൾ അയില സെറ്റ് ഗൈസ്. അയില അങ്ങനെ തിളക്കുന്ന വെള്ളത്തിലേക്ക് അല്ല കറിയിലേക്ക് മീനാണ്ട് ചാടിക്കല്ല ഇട്ടു ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ഞോല് അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഞോല് അധികം ഡിസ്റ്റർബ് ചെയ്ത ഓല് പൊളിഞ്ഞിങ്ങോട്ട് പോരും. അപ്പോൾ ഞോലട കിടന്ന് വേവട്ടെ. നമ്മളതിലേക്ക് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലട്ടാ. അപ്പോൾ നമ്മൾ മീൻകറിഞ്ഞ് തിളച്ച് കുറച്ച് നേരം ഒന്ന് ഓഫാക്കിയാൽ നമ്മളെ മീൻകറി റെഡി. ഉച്ചക്കുണ്ട് ഇതും കൂട്ടിയൊരു പിടിക്കാം. ഈ മീനും ഈ അയിലക്കറി സെറ്റ് ഗൈസ്. അപ്പം നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൊരു കാട്ടി കൊടുക്കലൊന്നും അങ്ങനെയൊന്നും വീഡിയോ എടുക്കണില്ലല്ലോ.
നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്യല്ലേ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഗൈസ് നമ്മളെ അയില മുളകിട്ടതും വറ്റമീൻ ഫ്രൈ ചെയ്തതും കേട്ടോ. അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു.